ഒന്ന് വേഗം എടുക്ക്. ഇനിയും ഒരുപാടുണ്ട്, പെട്ടെന്നാട്ടടേ. ഇങ്ങനെ പോയാൽ ഞാൻ ലോറി വിളിക്കേണ്ടി വരും. വെറുതെ ജോലിയൊന്നും ചെയ്യാതെ ഒരിടത്തിരുന്ന് ഉറങ്ങിയാലോ? എന്താ കേട്ടില്ല? അല്ല, ഞാൻ പറയുമായിരുന്നു വെറുതെ ഉറങ്ങാതെ വേഗം ജോലി തീർക്കാമെന്ന്. ഉറുമ്പിൻ കൂട്ടം തിരക്ക് പിടിച്ച് തങ്ങളുടെ ജോലി തിരക്കിനിടയിൽ ഒരു വലിയ ശബ്ദം കേൾക്കാനിടയായി. എന്താ വലിയൊരു ശബ്ദം കേട്ടത്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്റെ അടുത്തല്ലേ നിൽക്കുന്നേ. എനിക്ക് മാജിക് ഒന്നും അറിയില്ല, പോയി നോക്കാം. ഇരുവരും കൂടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ നടന്നു. വല്ല ചക്കയോ മാങ്ങയോ ആണേൽ ദാ അവിടെ വെറുതെ നിൽക്കുന്ന ഉറുമ്പാളുടെ തലയിൽ വെച്ചു കൊടുക്കാം. വേണ്ട, നോക്കിയേ. അയ്യോ, ഒരു പാവം തേനീച്ച ബോധം കെട്ട് കിടക്കുന്നു. നമുക്കിതിനെ കിന്നര വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലോ? ഇതിന് ബോധമുണ്ട്. എന്നാ ബോധം പോയിട്ട് കൊണ്ടുപോവാ. ഓ, ബോധം പോയി. വാ, നിന്റെ തലയിലേക്ക് ഞാനിതെടുത്ത് വെച്ച് തരാം. അത് വേണ്ട. എന്നാ ഒരുമിച്ച് പിടിക്കാം. നീ തല പിടിക്ക്, ഞാൻ കാല് പിടിക്കാം. അത് പറ്റില്ല. നീ കാല് പിടിക്കേ, ഞാൻ തലയിൽ പിടിക്കാം. നമ്മൾ ചെയ്യുന്ന നന്മകൾ എല്ലാവരും അറിഞ്ഞാ മതിയായിരുന്നു. ഇരുവരും കൂടി തേനീച്ചയെയും കൊണ്ട് വൈദ്യന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ ഇതെല്ലാം മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു തുമ്പി കാണുന്നുണ്ടായിരുന്നു. ഓഹോ, പാവം തേനീച്ചയെ തലക്കടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടുപോകുവാണല്ലേ. ശരിയാക്കി തരാം. എന്നാലും അതെങ്ങനെ സംഭവിച്ചു? അതങ്ങനെ വരേണ്ടതല്ലോ. ആശാനെ, ആശാൻ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? ഓഹ്, എന്റെ ശിഷ്യ ഒന്നും പറയണ്ട. കരച്ചില് നിർത്താനേ കുറുമ്പി ആനയ്ക്ക് ഞാനൊരു മരുന്ന് കൊടുത്തു. എന്നിട്ട് കരച്ചില് നിന്നു. പക്ഷേ ഇപ്പൊ ചിരി നിൽക്കുന്നില്ല. എന്തായാലും കരച്ചില് നിന്നല്ലോ. ഓ, നിന്നു. ആശാനെ, ഒരു കോള് വരുന്നുണ്ട്. മഴക്കോളോ? ഈ ചൂട് കാലത്തോ? ആശാനെ, അങ്ങോട്ട് നോക്ക്. ശരിയാണല്ലോ ശിഷ്യ. ആശാനെ നോക്കിയേ, അവർക്ക് നടന്നു വരാൻ വലിയ പാടാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി സഹായിക്കട്ടെ? വേണ്ട വേണ്ട, അവര് പതിയെ വന്നാ മതി. അതെന്താ ആശാനെ? എന്നാലല്ലേ ഞങ്ങൾ വൈദ്യന്മാരുടെ അന്താരാഷ്ട്ര ചോദ്യം ചോദിക്കാൻ പറ്റൂ. അതെന്ത് ചോദ്യം? എന്താ കൊണ്ടുവരാൻ വൈകിയത് എന്ന്. നീ ഒരു മണ്ടൻ തന്നെ. ആശാന്റെ കൂടെ കൂടിയതിന് ശേഷമാ. വൈദ്യരെ, ഒന്ന് നോക്കണം, ബോധമില്ല. എന്താ കൊണ്ടുവരാൻ വൈകിയത്? വീണപ്പോൾ ബോധമുണ്ടായിരുന്നു വൈദ്യരെ. പിന്നെ ബോധം പോകുന്നത് വരെ കാത്തിരുന്നു. വൈദ്യൻ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതെ അതെ, നല്ല കഴിവുള്ള വൈദ്യനാണ്. അപ്പോഴേക്കും തേനീച്ച പട്ടാളം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അയ്യോ, നോക്കിയേ, തേനീച്ചക്കൂട്ടം. നിങ്ങൾ എന്റെ അനിയനെ പിടിച്ചുകൊണ്ട് വന്നത് എന്തിനാണ്? അയ്യോ, ഞാൻ പിടിച്ചോണ്ട് വന്നൊന്നുമല്ല. പിന്നെ എടുത്തോണ്ട് വന്നതാ അല്ലേ? തേനീച്ചക്കൂട്ടവും ഉറുമ്പും തമ്മിൽ ആകെ ബഹളമായി. കാര്യം നിസാരം, പ്രശ്നം ഗുരുതരം. എന്താ സംഭവം? ഓ, ഞാൻ സ്വപ്നം കാണുകയാണ്. സ്വപ്നമൊന്നുമല്ല, നിന്റെ ബോധം പോയതിനെ പറ്റിയുള്ള തല്ലാണ്. ഓ, അപ്പൊ ഞാൻ നടന്നതെല്ലാം പറഞ്ഞിട്ട് പ്രശ്നം തീർക്കണമായിരിക്കും. അതല്ലേ അതിന്റെ രീതി. അപ്പോ എന്റെ മണ്ടത്തരം എല്ലാരും അറിയില്ലേ? എന്നാലും നീ എല്ലാം പറയണം, അതാ രീതി. ശരി, എല്ലാവരും ഒന്ന് നിർത്തിക്കേ. ഹായ്, എന്താ ശാന്തത? ചെറുതായി ഞാൻ നിലത്തൊന്ന് വീണു, അങ്ങനെയാ ബോധം പോയേ.
അയ്യോ, ഞാൻ പെട്ടു. നാട് വിടാം, അല്ലേ കള്ളം പറഞ്ഞതിന് എന്നെ അവരിടിച്ച് തേനെടുക്കും. കണ്ടോ, പറഞ്ഞത് കണ്ടോ? കണ്ടില്ല, പക്ഷെ പറഞ്ഞത് കേട്ടു. സത്യമറിയാതെ നിങ്ങളോട് വഴക്കുണ്ടാക്കിയതിന് ഞങ്ങളോട് ക്ഷമിക്കണം. തേനീച്ചയിൽ നിന്ന് തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ തേനീച്ച പട്ടാളത്തിന് തങ്ങളുടെ എടുത്തുചാട്ടം തെറ്റായെന്ന് ബോധ്യമാവുകയും ഉറുമ്പുകളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഹോ, പഴയതുപോലെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. നല്ല മുയലിനെയോ മാനയോ കിട്ടിയ കാലം മറന്നു. ആ, അതൊക്കെ ഒരു കാലം. ആ, മലയോളം ആഗ്രഹിച്ചപ്പം എലിയോളം. എലിയെങ്കി എലി. ആ, കപ്പയും എലി ഫ്രൈയും. ഹാ, ഇന്നത്തെ കാര്യം കുശാൽ. നിക്കടാ അവിടെ. നീ ആരാടാ? നിന്നെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ട്. ആ, അല്ലേ വേണ്ട. തിന്നാൻ പോകുന്ന യവന്റെ ഊരും പേരും അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഇവിടെ ഭയമല്ല, ബുദ്ധിയാണ് വേണ്ടത്. എത്ര വലിയ കൊമ്പനെയും ബുദ്ധി കൊണ്ട് നേരിടാമെന്ന് അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ശ്രമം നടത്തി നോക്കാം. അതെ കുറുക്കച്ച, ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാ. കരടിപ്പോത്തോ? അതെന്ത് ജീവി? അതോ, കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ജീവിയാ. കുറുക്കന്റെ ഇറച്ചിയാണ് ഇഷ്ട ഭക്ഷണം. യവൻ പറയുന്നത് സത്യമാകുമോ? അങ്ങനെയും ഒരു ജീവി ഉണ്ടോ? കരടിപ്പോത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ കുറുക്കച്ചൻ എന്റെ കൂടെ പോര്, നമുക്കൊരു പാട്ടൊക്കെ പാടി പോകാന്നേ. അയ്യോ, വരാമായിരുന്നു. ഇന്ന് എന്റെ ഒരു ബന്ധുവിന്റെ പിറന്നാളാണ്. അങ്ങോട്ട് പോകുക. നീ പൊക്കോ. അയ്യോ, അതിന്റെ പേര് കേട്ടപ്പോഴേ തല കറങ്ങുന്നു. വേഗം നടക്കാം. കുറെ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ചെറിയ മൊയില് കുഞ്ഞെങ്കിലും ഈ വഴി പോയിരുന്നെങ്കിൽ. ഓ, വിശക്കുന്നല്ലോ. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. റൂട്ട് മാറ്റാം. ആഹാ, കൊള്ളാവല്ലോ. എലി എങ്കി എലി. ഹേയ്, നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഒരാളുടെ മുന്നിൽ വന്നാണോ ചാടുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ട സാധാരണ ചെറിയ ജീവികളെല്ലാം ഭയപ്പെടാറുണ്ട്. ഓഹോ, നിന്നെ കണ്ടിട്ടേ കുളിച്ച് കുട്ടപ്പനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലെന്നേ. പിന്നെ? ഓ, ഒന്നും മനസ്സിലാവാത്തതുപോലെ. ഇവനാളൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചാൽ സുഖമായി രക്ഷപ്പെടാം. ഓ ശരി ശരി, നീ ഒരു സംഭവം തന്നെ. ഇനി എന്തോ വേണം? എനിക്ക് നിന്നെ തിന്നണം. ഞാനേ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. കരടിപ്പോത്തോ? അതെ, കരടിയുടെ ഉടലും പോത്തിന്റെ തലയും. പക്ഷികളാണ് എന്റെ ചങ്ങാതിയുടെ ഇഷ്ട ഭക്ഷണം. നീയും പോര്, നമുക്കൊരു പാട്ടൊക്കെ പാടി പതിയെ അങ്ങ് പോവാം. നിന്നെ എന്റെ ചങ്ങാതിക്ക് ഒത്തിരി ഇഷ്ടമാവും. വാ. അയ്യോ എലിക്കുട്ട, എനിക്ക് നല്ല സുഖമില്ല. പനിയാ, ചെറിയ ചുമയും ഉണ്ട്. നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. മണ്ടൻ, എന്ത് പൊട്ടത്തരവും വിശ്വസിക്കുന്നവർ ഇവിടെ ഉള്ളത് എന്റെ ഭാഗ്യം. ഓ, നീയായിരുന്നു. നിനക്കെന്താടാ? എന്നെ
എന്നെ കണ്ടിട്ട് പേടിയാകുന്നില്ലേ? അയ്യോ ഞാൻ പേടിച്ചേ, അയ്യോ ഞാൻ പേടിച്ചേ, 2 പ്രാവശ്യം പേടിച്ചു. നീ ഒന്നുകൂടെ പേടിക്കട്ടെ. നീ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ലല്ല, ഞാൻ പേടിച്ചതാ. ഇവനെയും എങ്ങനെയെങ്കിലും ഓടിച്ചേ പറ്റൂ. ഹേയ്, നീ എന്താ ഇങ്ങനെ നോക്കി നിന്ന് എന്നെ ഭംഗി കാണുവാണോ? ഞാൻ നിന്നെ വിഴുങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുവായിരുന്നു. ഓഹോ, എങ്കിൽ നീ കുറച്ച് കാത്തിരിക്കണം. എന്തിന്? ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുക. കരടിപ്പോത്തോ? അതാരാ? അതോ കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ഒരു ജീവി. എല്ലില്ലാത്ത ഇറച്ചിയാണ് അവന് പ്രിയം, പ്രത്യേകിച്ച് പാമ്പിന്റെ. അതാരാ? അങ്ങനെ ഒരു ജീവി ഉണ്ടോ? ഉണ്ടായത് കൊണ്ടല്ലേ പോകുന്നേ. നീയും കൂടെ വാ, നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. അയ്യോ ചങ്ങാതി, ഇന്ന് പറ്റില്ല. നീ പൊയ്ക്കോ പൊയ്ക്കോ. ഹാവ്, രക്ഷപ്പെട്ടു. നാ, 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 നാ. ഹ, അയ്യോ ഞാനാരാ? അല്ലല്ല, ഇതാരാ? അല്ല, നീ ആരാ? നീ ഒരു എലിയാണല്ലേ? ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. ചോദിച്ചത് നീ കേട്ടില്ലേ? അതെ, ഞാൻ എലിയാണ്. അതിന് നിനക്കെന്താ വേണ്ടത്? എന്തു പറഞ്ഞു നീ? എന്നെ അപമാനിക്കാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അത് നീ ധൈര്യമുള്ളവന്റെ മുന്നിൽ പോകാത്തത് കൊണ്ട് തോന്നുന്നതാ. നിന്നെ ഞാൻ ഓ പിന്നെ, ഒന്ന് പോടാ ഭീകര. ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? ഈ വനത്തിലെ സകല ജീവികളും എന്നെ കണ്ടാൽ ഭയപ്പെടും. നുണ പറയാതെ എങ്കിൽ തെളിയിച്ച് കാണിക്കൂ. ശരി, നീ എന്റെ പിന്നാലെ വാ. ഞാൻ ആരാന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. എന്നാൽ അതൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ. ഹേ, അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ചെയ്യരുത്. ഇവൻ ആളൊരു സംഭവമാണെന്ന് തോന്നുന്നല്ലോ. ഹേയ്, അവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഇവൻ ആള് നിസ്സാരനല്ലല്ലോ. അയ്യോ, അത് എലി പറഞ്ഞ അവന്റെ ചങ്ങാതി കരടിപ്പോത്തല്ലേ? ഞാനൊരു പാവം കരടിയാണേ. അയ്യോ, എന്നോട് ക്ഷമിക്കണേ. അറിവില്ലാതെ വെല്ലുവിളിച്ചതാണേ. അങ്ങയുടെ ശക്തി എനിക്ക് ബോധ്യമായി. എന്നെ പോകാൻ അനുവദിക്കണം. ശരി, ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ മുന്നിൽ വരരുത്. പൊയ്ക്കോ. പൊട്ടനും പോയി, മണ്ണനും പോയി, ജീവനും കിട്ടി. കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിങ്ങിണി എന്നൊരു പശുക്കുട്ടിയുണ്ടായിരുന്നു. സുന്ദരിയും കുറുമ്പിയുമായിരുന്നു കിങ്ങിണി. രാവിലെ ആയോ? എഴുന്നേൽക്കാം. വിശന്നിട്ട് വയ്യ. കുളത്തിനടുത്തെ പുൽത്തകിടിയിൽ പോയി പുല്ല് തിന്നാം. അവിടുത്തെ പുല്ലിന് നല്ല സ്വാദാണ്. ഓർക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. കിങ്ങിണി, നിൽക്ക്. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഇപ്പോ കുളത്തിൽ ആനക്കൂട്ടം കുളിക്കാൻ വന്നിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാ. സാരമില്ല അമ്മേ, ഞാൻ സൂക്ഷിച്ചോളാം. ശോ, ഇവളിങ്ങനെ പറഞ്ഞ അനുസരിക്കാതിരുന്ന് എന്ത് ചെയ്യും? ആ കുഞ്ഞനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. നേരം ഇത്ര പുലർന്നിട്ടും അവൻ
അച്ഛൻ എഴുന്നേറ്റില്ലേ? ഇവിടെയൊന്നും കാണുന്നില്ല. അവന്റെ വീട്ടിൽ തന്നെ പോയി വിളിച്ചോണ്ട് വരാം. കിങ്ങിണി പശുക്കുട്ടിയും കുഞ്ഞൻ എന്നു പേരുള്ള ഒരു ഉറുമ്പും വലിയ കൂട്ടുകാരായിരുന്നു. കുഞ്ഞാ, കുഞ്ഞാ, പുറത്തേക്ക് ഇറങ്ങി വാ, നമുക്ക് പോകാം. ഹാ, നേരം വെളുത്തല്ലോ. ആ, ഇതാരാ? കിങ്ങിണിയോ? രാവിലെ തന്നെ എവിടേക്കാ? നീ വേഗം വാ, എനിക്ക് വിശക്കുന്നു. കുളത്തിനടുത്ത് പുൽത്തക്കടിയിൽ പോയി പുല്ല് ശാപ്പിടണം. എന്നാൽ നീ വേഗം പോയി പുല്ല് തിന്നിട്ട് വാ. എനിക്ക് കഴിക്കാനുള്ളത് ഇന്നലെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതല്ല കുഞ്ഞാ, നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല. കുളത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടാവും. അതിലെ ആ മണിയനാന ഒട്ടും ശരിയല്ല. അവൻ എന്നെ കണ്ടാൽ അപ്പോൾ ഓടിക്കും. ഇത്തിരി പോലും പുല്ല് തിന്നാൻ സമ്മതിക്കില്ല. എന്നാൽ അവൻ വയറ് നിറയ്ക്കുന്നതോ ആ പുല്ലൊന്നും തിന്നിട്ടുമല്ല. ഓ, അത് ശരി. പക്ഷേ നിന്റെ കൂടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? നീ എൻ്റെ കൂടെ വന്ന് നിന്നാ മതി. ഞാൻ പുല്ല് തിന്നോണ്ടിരിക്കുമ്പോൾ അവൻ കുളത്തിൽ നിന്നും കയറി വരുന്നുണ്ടോന്ന് നീ നോക്കണം. വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം. ഓ, അങ്ങനെ. എന്നാൽ ഞാൻ വരാം. അങ്ങനെ കുഞ്ഞനുറുമ്പും കിങ്ങിണിയും കുളക്കരയിലേക്ക് തിരിച്ചു. എന്നാലും കിങ്ങിണി, ആ മണിയനാണ് അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ. അവൻ പുല്ല് തിന്നുകയുമില്ല, നിന്നെ തിന്നാൻ സമ്മതിക്കുകയുമില്ല. ഇത് എവിടത്തെ ന്യായം? ആ, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ആനകളോട് കളിക്കാൻ പോയാൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത്. ഈ ആനകൾക്ക് ഭയങ്കര ശക്തിയാ. നമുക്കൊന്നും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് മണിയനാനയ്ക്ക് ഇത്ര അഹങ്കാരവും. അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. ഈ ഇത്തിരി പോന്ന നീയാണോ അവനോട് ഏറ്റുമുട്ടാൻ പോകുന്നത്? അവൻ കാലെടുത്തൊന്ന് നിന്റെ മേലെ വെച്ചാ മതി, പ്ലിങ്, നിന്റെ കഥ അതോടെ തീരും. ഞാൻ തീരെ ചെറിയതാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റും. ആനയുടെ മുൻപിൽ ഈ ഇത്തിരി കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? നീ നോക്കിക്കോ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞാ, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കാതിരി. കിങ്ങിണിയല്ലേ അവിടെ നിന്ന് പുല്ല് തിന്നുന്നത്? ഇന്നെന്താ ഇവൾക്ക് ഇത്ര ധൈര്യം? ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടില്ലേ? എന്തായാലും ഒന്ന് അറിയിച്ചു കൊടുക്കാം. അയ്യോ, അതാ അവൻ നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും? നീ പേടിക്കാതെ പുല്ല് തിന്ന് വേറെ നിറക്കേ. ഞാൻ ചിഹ്നം വിളിച്ചിട്ടും അവളത് കേട്ടതായി പോലും നടിക്കുന്നില്ലല്ലോ. ഇനി ഞങ്ങൾ ഓടിച്ചിട്ട് തന്നെ കാര്യം. മണിയനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മണിയാ, നിൽക്കവിടെ. കിങ്ങിണി നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ അവളെ ഓടിക്കുന്നത്? ഇതൊക്കെ പറയാൻ നീ ആരാ? ഞാൻ കാലെടുത്തൊന്ന് വെച്ചാൽ നീ പൊടിഞ്ഞു പോകും.
അതുകൊണ്ട് എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത്. അയ്യോ കുഞ്ഞ്, എനിക്ക് വേഗം ചുറ്റു വയ്യ. നീ വേഗം തുമ്പിക്കൈക്കുള്ളിൽ നിന്ന് ഇറങ്ങി വാ. അങ്ങനെ ഞാൻ ഇപ്പൊ ഇറങ്ങി വരുന്നില്ല. ഇനി നീ കിങ്ങണിയെ ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇറങ്ങി വരൂ. അയ്യോ ഇല്ല കുഞ്ഞ, ഞാൻ ഇനി ഒരിക്കലും കിങ്ങണിയെ പേടിപ്പിക്കില്ല. നീ ഒന്ന് ഇറങ്ങി വാ. മണിയ, നീ ശക്തനാണ്. പക്ഷേ നിന്റെ ശക്തി ബാക്കിയുള്ളവരെ പേടിപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. നിന്റെ ശക്തി മറ്റുള്ളവർക്ക് ഉപകാരത്തിനുള്ളതാവണം. പിന്നീട് ഒരിക്കലും മണിയനാന മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചില്ല. മാത്രമല്ല, കുഞ്ഞനും കിങ്ങിണിയും മണിയനും നല്ല കൂട്ടുകാരാവുകയും ചെയ്തു. മഞ്ചാടിക്കാട്ടിലെ കുസൃതി കുറുമ്പന്മാരാണ് ചെമ്പൻ കുരങ്ങനും അമ്പുവണ്ണാനും. ഒരിക്കൽ ഇരുവരും കൂടി വനത്തിലൂടെ നടന്നു വരുമ്പോൾ, ചെമ്പാ, അത് നോക്കിക്കേ, നീ കണ്ടോ? അത് നമ്മുടെ കാക്കപ്പെണ്ണിന്റെ കൂടല്ലേ അമ്പു? അതെ, ഇപ്പോ ആ കാക്കപ്പെണ്ണ് കുയിലമ്മയുമായി വലിയ ചങ്ങാത്തമാണ്. അതെയോ? അത് ഇന്ന് മുതൽ? ചെമ്പാ, നീ ഈ കാട്ടിലൊന്നുമല്ലേ താമസം? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം. എന്നാ വാ, വഴിയുണ്ട്. കാക്കയുടെ കൂട്ടിൽ നിന്ന് എടുത്ത മുട്ടകൾ കുസൃതി കുറുമ്പന്മാർ ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ഇപ്പൊ നമുക്ക് രസിക്കാനുള്ള സംഭവങ്ങൾ കിട്ടും. വാ, വേഗം കാക്കപ്പെണ്ണിന്റെ കൂട്ടിന്റെ അടുത്തേക്ക് പോവാം. ശരി അമ്പു, വാ പോയേക്കാം. തിരികെ കാക്കപ്പെണ്ണിന്റെ കൂടിനടുത്തെത്തിയ അമ്പുവും ചെമ്പനും ഒരു ഇലഞ്ഞിമരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു നമ്മളുടെ കാക്കപ്പെണ്ണ്. ചെമ്പാ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് വരുന്നുണ്ട്. ഹായ് ഹായ്, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് കൂട്ടിന്റെ അകത്തേക്ക് കയറി. അയ്യോ, എന്റെ മുട്ടകൾ! ആരാ എന്റെ കൂട്ടിൽ കയറിയത്? ആരാ എന്റെ കൂട്ടിൽ കയറി മുട്ടകൾ മോഷ്ടിച്ചത്? ആ തക്കം നോക്കി നമ്മുടെ കുസൃതി കുറുമ്പന്മാർ മരത്തിന്റെ മറവിൽ നിന്നിറങ്ങി കാക്കയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, അയ്യോ കാക്കപ്പെണ്ണെ, കുയിലമ്മ കൂട്ടിൽ കയറുന്ന ഞങ്ങളെ ഈ 4 കണ്ണുകൊണ്ടും കണ്ടവാ. ഓഹോ, കുയിലമ്മയെ ഞാൻ വിശ്വസിച്ചു. അവൾ എന്നെ വഞ്ചിച്ചു. ഇന്ന് അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. ഇന്ന് അടിപൊളിയാണ്. വാ, നമുക്കും പോയി നോക്കാം. നല്ല രസമാകും. അല്ലേ നമ്മൾ അടി ഉണ്ടാക്കും. വാ, വേഗം പോവാ. കാക്കപ്പെണ്ണെ, നീ ദേഷ്യത്തിലാണല്ലോ. എന്റെ മുട്ടകൾ മോഷ്ടിച്ചിട്ട് നീ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ? വേഗം എന്റെ മുട്ടകൾ തിരിച്ചതാ. മുട്ടകൾ മോഷ്ടിച്ചെന്നോ? ഞാനോ? അതെ, നീ തന്നെ. നിനക്കറിയാമല്ലോ, സ്വന്തമായി കൂട് പോലും ഇല്ലാത്ത ഞങ്ങൾ കുയിലുകൾ കാക്കക്കൂട്ടിലല്ലേ മുട്ടയിടുന്നത്. അല്ല, കള്ളം. നീ തന്നെയാ മുട്ടകൾ മോഷ്ടിച്ചത്. ഹായ് ഹായ് ചെമ്പാ, അവർ തമ്മിൽ അടി തുടങ്ങി. അങ്ങനെ ചെമ്പനും അമ്പുവും കാരണം കുയിലമ്മയും കാക്കപ്പെണ്ണും വീണ്ടും ശത്രുക്കളായി. അങ്ങനെ ഒരു ദിവസം ചെമ്പനും അമ്പുവും കൂടി പുഴ കടന്ന് ഗ്രാമം കാണാനായിട്ട് ഇറങ്ങി. കാക്കപ്പെണ്ണും കുയിലമ്മയും തമ്മിലടിയായേ,
കണ്ടു നിന്നവർക്ക് പണിയായേ, നമുക്കത് രസമായേ, കലപ്പില കലപ്പില ബഹളമായേ, കാക്കപ്പെണ്ണും കുയിലമ്മയും പിണക്കമായേ. എന്ത് രസം, എന്ത് രസം. എടേ നോക്ക്, ദേ ഗ്രാമം എത്തി. ഓ, ഞാൻ നന്നായി പാടി വരുമായിരുന്നു. ഇരുവരും ഗ്രാമഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിന്റെ മുന്നിൽ അതാ ഒരു കിളിക്കൂട്. കൂട്ടിൽ പഴുത്ത മാമ്പഴം. അമ്പു, ഒന്ന് നിന്നേ. നീ അത് കണ്ടോ? ആ കൂട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട പഴങ്ങൾ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമുക്ക് ആ കൂട് തുറന്നെടുക്കാം. ചെമ്പന്റെ സഹായത്താൽ രക്ഷപ്പെട്ട തത്തകൾ ചെമ്പന്റെയും അമ്പുവിന്റെയും പിന്നാലെ പോകുകയും ചെയ്തു. നല്ല മധുരമുള്ള പഴങ്ങൾ. അതെ ചെമ്പ, നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാം. എനിക്കെന്തോ ഒരു പേടി. എന്തിന്? അറിയില്ല, ഇത് നമ്മുടെ കാടല്ലല്ലോ. കാട്ടിൽ ചെയ്യുന്നതൊക്കെ നാട്ടിൽ ചെയ്താൽ ചിലപ്പോ തല്ല് കിട്ടും. കാടായാലും നാടായാലും എനിക്ക് ഒരുപോലെ. അങ്ങനെയല്ല ചെമ്പ, കാട് നമ്മുടെ വീടാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം. ആരും നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷെ നാട്... നീ പേടിക്കണ്ട, നമുക്ക് പോകാം. അയ്യോ അയ്യോ, ഞങ്ങളൊന്നും ചെയ്യലേ. ഞങ്ങൾ പോയേക്കാം, ഞങ്ങളെ തുറന്നു വിടണേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെമ്പ, മനുഷ്യർക്ക് നമ്മുടെ ഭാഷ അറിയില്ലല്ലോ. ഇതൊക്കെ മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ആ തത്തകൾ രണ്ടും കാണുന്നുണ്ടായിരുന്നു. നമ്മളെ അറിയാതാണെങ്കിലും സഹായിച്ചതാണ് അവർ. അതെ, എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം. നമ്മൾ എങ്ങനെ രക്ഷിക്കും? ഒരു മാർഗമുണ്ടാവും, വാ നോക്കാം. കാക്കപ്പെണ്ണെ, സഹായിക്കണേ. നമ്മളൊരു ചങ്ങാതി അപകടത്തിലാണേ, സഹായിക്കണേ. നിങ്ങളൊക്കെ ഏതാ? എന്താ സംഭവം? ഞങ്ങളുടെ ചങ്ങാതിമാരായ ഒരു കുരങ്ങനെയും മണ്ണാനെയും ഒരു മനുഷ്യൻ വലയിട്ട് പിടിച്ചു, സഹായിക്കണേ. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അവരെ രക്ഷിക്കും. അവരെങ്ങോട്ടാ പോയത്? ഞങ്ങളുടെ പുറകെ വന്നാൽ മതി. അങ്ങനെ കാക്കക്കൂട്ടൻ തത്തയുടെ പിന്നാലെ പറന്നു. ഞങ്ങളൊന്ന് ചെയ്യല്ലേ, വെറുതെ വിടണേ. ഞങ്ങൾ ഇനി ഈ ഗ്രാമത്തിൽ വരില്ല, ഞങ്ങളെ പോകാൻ അനുവദിക്കണേ. ചെമ്പ, നീ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അയ്യോ, രക്ഷിക്കണേ. പോകാക്കെ. ഹാവൂ, രക്ഷപ്പെട്ടു. കാക്കപ്പെണ്ണെ, കാക്കപ്പെണ്ണങ്ങനെ ഇവിടെ? ഞാൻ ഗ്രാമത്തിൽ തീറ്റ തേടി വരാറുണ്ട്. കാക്കപ്പെണ്ണെ, സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാക്കപ്പെണ്ണെ, ഞങ്ങളോട് ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം നിന്റെ മുട്ടകൾ ഒളിപ്പിച്ചു വെച്ചത് ഞങ്ങളാണ്. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. സാരമില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളെ സഹായിച്ചത് ശരിക്കും ഞാനല്ല. പിന്നെ ആരാണ് കാക്കപ്പെണ്ണെ? ദാ ആ തത്തകൾ. നിങ്ങൾ തുറന്ന കൂട്ടിൽ ഞങ്ങൾ രണ്ടും ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അതിന് ഇങ്ങനെയല്ലേ നന്ദി പറയേണ്ടത്. നന്ദിയുണ്ട് തത്തപ്പെണ്ണെ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു, എല്ലാം ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ടാണ്. ഇനി ഞങ്ങൾ ആരെയും നോവിക്കില്ല. ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. അങ്ങനെ ചെമ്പനും അമ്പുവും കൂടി കാക്കപ്പെണ്ണിനോട് തത്തയോട് നന്ദി പറഞ്ഞിട്ട് തിരികെ കാട്ടിലേക്ക് തന്നെ മടങ്ങി. പോകും വഴി താൻ മോഷ്ടിച്ച തൊപ്പി തിരികെ നൽകാനും ചെമ്പൻ മറന്നില്ല.